മഞ്ഞുകാലം വരുമ്പം മൃഗങ്ങൾക്ക് വെള്ളം എത്തിക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പുറത്തുള്ള ഒരൊറ്റ പൈപ്പും വർക്ക് ചെയ്യില്ല, എല്ലാം തണുത്ത ഐസായി പോവും. ഹീറ്റഡ് വാട്ടർ പൈപ്പ് പോലും ഒരു പരിധിക്ക് കൂടുതൽ തണുപ്പാകുമ്പോൾ വർക്ക് ചെയ്യില്ല. അപ്പോൾ പിന്നെ വീട്ടിനകത്തു നിന്ന് വെള്ളം കൊണ്ടുപോവുക മാത്രമേ ഉള്ളൂ നിവർത്തി. അതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഓരോ ബക്കറ്റായിട്ട് കൊണ്ടുപോയാൽ നമ്മൾ തണുത്ത് വിറച്ചു പോവും. അത് കാരണമാണ് ഇതിൽ കൊണ്ടുപോകുന്നത്. പതുക്കെ പോകുന്നതിന് കാരണം ആ വെള്ളം ഇങ്ങനെ തുളുമ്പി പോകാതിരിക്കാനാണ്. ഇത് ഞങ്ങളുടെ ഹീറ്റഡ് വാട്ടർ പൈപ്പാണ്. പക്ഷേ ഇപ്പോൾ കുറേ ദിവസമായിട്ട് അത് വർക്ക് ചെയ്യുന്നില്ല. അതിനകത്ത് എവിടെയോ വെള്ളം കട്ട പിടിച്ചിരിക്കുകയാണ്, ഐസായിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് ചൂടൊക്കെ ആയിട്ടേ അത് വർക്ക് ചെയ്യുള്ളൂ. അതുവരെ ഇതേ ഉള്ളൂ ഒരു മാർഗം. താറാവിൻ്റെ കൂട്ടിൻ്റെ സൈഡിൽ ഒരു പാത്രത്തിൽ ഇതേപോലെ ഹീറ്റർ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ വെള്ളം ഒഴിച്ചു വയ്ക്കും. പക്ഷേ ഇത് കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സൂര്യപ്രകാശം അടിക്കുന്നിടത്ത് ഞാനൊരു പാത്രത്തിൽ വെള്ളം വയ്ക്കും. ചെറിയ പാത്രത്തിലാണ് വെള്ളം വയ്ക്കുന്നത്. അവർക്കൊക്കെ ഇതിൽ നിന്ന് കുടിക്കാനാണ് താല്പര്യം. ഹീറ്റർ ഇട്ട് വെച്ചിരിക്കുന്നത് ചൂടുള്ളത് കൊണ്ടായിരിക്കും, അതിൽ നിന്ന് അങ്ങനെ കുടിക്കാറില്ല. ഇത് കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരിക്കും, അവർ പുറത്തോട്ടിറങ്ങി അങ്ങ് കുടിച്ചോളും. ഇതാണ് കുറച്ച് കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കിയപ്പോഴുള്ള അവസ്ഥ. ദേഹമെല്ലാം ഐസായിട്ടിരിക്കുകയാണ്. അപ്പം ദിവസം ഒരു 2-3 പ്രാവശ്യമെങ്കിലും വന്ന് റീഫില്ല് ചെയ്യണം വെള്ളം. ചില നേരം 2 പ്രാവശ്യമൊക്കെ വെള്ളം ഒഴിക്കാറുള്ളൂ. ഇത് ആടിനുള്ള ബക്കറ്റിലെ വെള്ളമാണ്. അതും ഫ്രീസായിരിക്കുകയാണ്. അതും ഇനി റീഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കണം. ഒത്തിരി തണുത്താൽ പിന്നെ അവർ കുടിക്കില്ല. പിന്നെ പോയി മഞ്ഞ് തിന്നും. മഞ്ഞ് തിന്നുന്നത് അവർക്ക് ഒട്ടും നല്ലതല്ല, ഡീഹൈഡ്രേഷൻ വരും. പിന്നെ മഞ്ഞിൽ ഒത്തിരി അണുക്കളും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് തിന്നാൻ ഞാൻ സമ്മതിക്കാറില്ല. കോഴിയൊക്കെ വേറൊരു ഹീറ്ററിൻ്റെ പുറത്താണ് ഈ പാത്രം വെച്ചിരിക്കുന്നത്. അതിൽ കുറച്ച് കൂടുതൽ വെള്ളം കൊള്ളും. പിന്നെ കോഴികൾ താറാവിനെ പോലെ വെള്ളം കളയുകയൊന്നുമില്ലല്ലോ, അവർ കുറച്ച് വെള്ളമല്ലേ കുടിക്കുകയുള്ളൂ. അപ്പോൾ ഇത് എനിക്ക് ഒരു ദിവസത്തിൽ കൂടുതൽ ഈ വെള്ളം ഇരിക്കും. ഒരു പ്രാവശ്യം ഫില്ല് ചെയ്താൽ മതി. പിന്നെ താറാവിന് 1-2 താറാവിനെ ഇവിടെയും ഇട്ടിട്ടുണ്ട്. അവർക്ക് ഞാൻ വേറൊരു പാത്രത്തിൽ വെള്ളം വയ്ക്കും. ഈ മഞ്ഞാകുമ്പം വെള്ളത്തിൻ്റെ കാര്യമാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം ഈ പുറത്തുള്ള പൈപ്പൊന്നും വർക്ക് ചെയ്യില്ലല്ലോ, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. പിന്നെ വെള്ളം 2-3 പ്രാവശ്യം കൊണ്ടുവരുമ്പോഴും ഈ തണുപ്പത്ത് വേണ്ടേ കൊണ്ടുവരാൻ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.